കേസ് ഇന്ത്യയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ODI മത്സരം പരമ്പര നിർണ്ണയിക്കുന്ന മത്സരം എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടുത്ത ദിവസം കളിക്കാൻ പോവുകയാണ്. എന്ത് മാറ്റങ്ങളാണ്! കാരണം കഴിഞ്ഞ മത്സരത്തിൽ അത്രയും വലിയൊരു സ്കോർ നേടിയിട്ട് പോലും ഇന്ത്യക്ക് വിജയിക്കാനായിട്ട് ഈ ഒരു മത്സരത്തിൽ സാധിച്ചിരുന്നില്ല. സെക്കൻഡ് ബാറ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ആഫ്രിക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി അതൊരു വിജയം സ്വന്തമാക്കുന്ന സാഹചര്യം വന്നു. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചുള്ള കാര്യമാണ് പല പ്രശ്നങ്ങളും. ഇപ്പം നമ്മുടെ ഫിനിഷേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഫീൽഡിംഗ് പ്രശ്നങ്ങൾ, ടോസ് നഷ്ടമായത്, അതുപോലെ ബോളേഴ്സിൻ്റെ പ്രകടനം, ഇതൊക്കെ എടുത്ത് പറയുന്നൊരു ഫാക്ടറാണ്. അപ്പം എന്ത് മാറ്റങ്ങളാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം ഇന്ത്യയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും എടുത്ത് പറയുന്ന കാര്യമാണ് പ്രസീദ് കൃഷ്ണയെ ചേഞ്ച് വരുത്തണം എന്നുള്ള കാര്യം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അതേപോലെ അടി വാങ്ങിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. കാരണം അദ്ദേഹം 8.2 ഓവർ എറിഞ്ഞിട്ട് 85 റൺസാണ്, അതായത് എക്കോണമി 10.20 എന്ന് പറയുന്നതാണ്. 2 വിക്കറ്റുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നി. കാരണം സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആര് എറിഞ്ഞാലും അടി, ഒരു തരത്തിൽ ഹർഷദീപിനാണ് വലിയ തോതിലുള്ള അടി കിട്ടാതിരുന്നത്. പിന്നെ ഹർഷിത് റാണയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ കുൽദീപിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അടി വാങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ 7 ഓവർ എറിഞ്ഞിട്ട് അത്യാവശ്യം ഡീസൻ്റായിട്ട് എറിഞ്ഞു. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ 4 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചേഞ്ച്, ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും അനിവാര്യത തന്നെയാണ്. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. അവിടെ നമ്മൾ ടീം സെലക്ഷൻ്റെ ഭാഗത്തു നിന്നാണ് അത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ആരെ പകരം കളിപ്പിക്കും എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം അങ്ങനെ ഒരു പ്ലെയർ അവിടെ ഇല്ല. ഒരു ഫാസ്റ്റ് ബോളറായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അവിടെ ഇല്ല. ഡൊമസ്റ്റിക്കിൽ പല പ്ലെയേഴ്സും ഇപ്പം ഷാമിയെയും സിറാജിനെയും ഒക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ ബുംറയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അവിടെ കളിപ്പിക്കാനൊരു പ്ലെയർ ഇല്ല എന്ന് പറയുന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നെങ്കിൽ ഇപ്പം നിതീഷ് കുമാർ റെഡ്ഡിയിലേക്ക് പോകണം. അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളർ അല്ല. ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്ന ഒരു പരിധിവരെയൊക്കെ എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചേനെ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പ്രസീദ് കൃഷ്ണയെ കളിപ്പിക്കുക എന്നല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ കഴിഞ്ഞ മാച്ചിൽ അടി വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഒരു മാച്ചിൽ കൂടി അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യം നോക്കാം എന്നുള്ള കാര്യമാണല്ലോ. പിന്നെ ഒരു കാര്യം, ടോസ് ഇത്തവണയെങ്കിലും കിട്ടുക. ടോസിൻ്റെ കാര്യം നമുക്കറിയാം, അത് പ്യൂർലി ലക്കിൻ്റെ ബേസിലാണുള്ളത്. അപ്പം ഏതാണ്ട് 10-20 മത്സരങ്ങളായിട്ട് ടോസ് കിട്ടുന്നില്ല. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിനിഷർ എന്ന് പറയുന്നൊരു പോരായ്മ. അതായത് കഴിഞ്ഞ മാച്ചിലിപ്പം ഋതുരാജ് ഗെയ്ക്വാദ് ആണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തൊരു ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവസാനത്തെ 10 ഓവറിൽ വെറും 70+ റൺസ് മാത്രമാണ് നേടിയത്. ജഡേജയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. KL രാഹുൽ ഡീസൻ്റ് ആയിരുന്നു, പക്ഷേ ആ ഒരു ഫിനിഷർ അല്ല ഒരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും അങ്ങനത്തെ ശ്രേണി പറയാൻ പറ്റുന്നൊരു പ്ലെയറല്ല. ഈ അവസരത്തിൽ അവിടെ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും അനിവാര്യമാണ്. സ്ക്വാഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഹാർദിക് പാണ്ഡ്യ അവൈലബിൾ അല്ല, റിങ്കു സിങ്ങിനെ ടീമിൽ എടുത്തിട്ടില്ല. ഇവരൊക്കെയാണ് ഒരു ഫിനിഷേഴ്സ് എന്ന ലെവലിൽ പറയാൻ പറ്റുന്നത്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഒരു പരിധി വരെയെങ്കിലും. ഇപ്പം വാഷിംഗ്ടൺ സുന്ദറൊക്കെ വെച്ച് നോക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറിനെയും ഒരു ബോളർ എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടില്ല. ആകെ 4 ഓവർ മാത്രമാണ് എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം 2 ODI മാച്ചിലാണ് കളിച്ചിട്ടുള്ളത്. അദ്ദേഹം 27 റൺസ്, അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 128ആണ്. പക്ഷേ T20യിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് 180 ഉണ്ട് സ്ട്രൈക്ക് റേറ്റ്. തമ്മിൽ ഭേദം അദ്ദേഹത്തെ കുറച്ചും കൂടി ഒരു യൂട്ടിലൈസ് ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ആ ഒരു ഫിനിഷിംഗ് പോരായ്മ എന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ മാച്ചിലാണെങ്കിലും ഒക്കെ 400+ അടിക്കും എന്ന് പറയുന്നൊരു സാധ്യത ഉണ്ടായിരുന്നിട്ട് നിന്ന് അവിടുന്ന് നമ്മൾ താഴോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ വരുമോ, ആ ചേഞ്ചസ് കളിയിൽ ഒരു മാറ്റം വരുത്തുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ സെൻഡ്